ഇതിന്റെ അടി താഴ്ന്നു കിടക്കണ കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എപ്പോഴും അടി ഒരയും ഓക്കെ. മൈലേജ് എനിക്ക് 20 ഷുവറായിട്ടും കിട്ടുന്നുണ്ട്. 24 വരെ കിട്ടും. 24 വരെ കിട്ടും. അവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 13. അവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 13 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 18 വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഡീസലോ 16 മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് ചേട്ടാ ലാസ്റ്റ് സമയം? ഏകദേശം സജഷൻ കൊടുക്കുന്നുണ്ടോ ചേട്ടൻ? പെട്രോൾ വണ്ടിക്ക് വലിയ ഇച്ചിരി കുറവാണെന്നൊക്കെ. ഇതിന്റെ അടിയിൽ ഒരു പാടുണ്ട്, ഇഞ്ചിന് ഒരു കവറിംഗ് ഉണ്ട്. ഓക്കെ. 2 പ്രാവശ്യം 3 പ്രാവശ്യം മാറിയിട്ട് പിന്നെയും പോയി. അത് പോയിരിക്കും കെട്ടി വെച്ചേക്കും. പൊതുവേ ഹോണ്ടയുടെ സർവീസിനെ കുറിച്ച് ആൾക്കാർക്ക് ധാരണ കുറവാണ്. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാര്യം എന്ന് പറയുന്നത് യൂസർ റിവ്യൂ ആണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തൊടുപുഴയിലേക്ക് വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ്. യൂസർ റിവ്യൂ ചെയ്യാനായിട്ട് ഹോണ്ടയുടെ വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹോണ്ടയുടെ വാഹനങ്ങൾ എടുത്തവർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്ന ഒരു എണ്ണ കിട്ടുന്നുണ്ട്. ചേട്ടാ നമസ്കാരമുണ്ട്. പേര്? അസീസ്. ഓക്കെ. ചേട്ടൻ എത്ര നാളായിട്ട് ഈ വാഹനം ഓടിക്കുന്നു? ഞാനിപ്പം ഈ കമ്പനി കൂടിയിട്ട് 19 വർഷമായി. ഓക്കെ. ഇത് വണ്ടി വന്നിട്ട് ഒരു 5 വർഷം. 5 വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നതാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരിക്കും ഹോണ്ട സിറ്റി? 1,53,000 55 ആയി. അത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താണ് ചേട്ടനെ ഓടിച്ചിട്ട് ഉള്ളൊരു ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല സുഖമാണ്. വണ്ടി ഓടിച്ചു പോകാനും എടുത്ത് വണ്ടി എവിടെ സമയത്തിൽ ഓടിച്ച് എത്താനും വണ്ടി സുഖമാണ്. അടിപൊളിയാണ്. ഓക്കെ. എന്തെങ്കിലും ചേട്ടന് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസം ഉള്ളത് ഇതിന്റെ അടി താഴ്ന്നു കിടക്കണ കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എപ്പോഴും ക്ലിയറൻസ് റോഡ് ക്ലിയർ ഇല്ലാത്ത കാരണം അടി ഒരയും. ഓക്കെ. അപ്പൊ അതിന് ഒരുപാട് പ്രാവശ്യം അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഒരു പാടുണ്ട്, ഇഞ്ചിന് ഒരു കവറിംഗ് ഉണ്ട്. ഓക്കെ. 2 പ്രാവശ്യം 3 പ്രാവശ്യം മാറിയിട്ട് പിന്നെയും പോയി. അത് പോയിരിക്കും കെട്ടി വെച്ചേക്കും. ഇന്നലെ സർവീസ് കയറിയിട്ട് ഇറങ്ങിയതല്ലേ. ഓഹോ. ഇവിടെ പോയി സർവീസ് ചെയ്ത് ഇറങ്ങി. ഓക്കെ. പിന്നെയും കെട്ടി വെച്ചേക്കുവാണ്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ സുഖമാണ്. യാത്രാ സുഖം. മൈലേജ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ. മൈലേജ് നല്ല മൈലേജ് ഉണ്ട്. അപ്പം ഈ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രശ്നമേ ഉള്ളൂ. അപ്പം ഹോണ്ട സിറ്റി എടുക്കുന്നവർ രാജകീയമായിട്ടുള്ള യാത്രയും കാര്യങ്ങളും ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ? സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് ചേട്ടാ? വലിയ ഇന്നലെ 9,000 രൂപയേ ഉള്ളൂ. ഫുൾ സർവീസ് ചെയ്തിട്ട് എല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്ത് ഓയിൽ ചേഞ്ചും എല്ലാം കഴിഞ്ഞു. ഓക്കെ. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. മേജർ ഓയിൽ ചേഞ്ചിങ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. എല്ലാം കഴിഞ്ഞു. ശരി. ഓക്കെ. അപ്പം ചേട്ടന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ വണ്ടീനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ് എന്നുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് നമ്മൾ ഓടിച്ചു നടക്കുന്ന സാധനം നമുക്കറിയാം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ. ഓക്കെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഇപ്പം ഹോണ്ട അമേസ് എടുത്ത ഒരു ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പേര്? ശ്രീജിത്ത്. മോളുടെ പേരോ? മോളുടെ പേര് അപൂർവ. ഓക്കെ. ചേട്ടാ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്ത് 2020. 3 വർഷമായി. 3 വർഷമായി. എത്ര കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്? അപ്പോൾ ഇപ്പം 35,000. 35,000 ഓടി. അപ്പോൾ ഒരു പെയ്ഡ് സർവീസും ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഹോണ്ടയുടെ സർവീസിനെ കുറിച്ച് പൊതുവെ ഒരു ധാരണക്കുറവുണ്ട്. അപ്പം എങ്ങനെയാണ് ഹോണ്ടയുടെ സർവീസ് കോസ്റ്റ് ഒക്കെ? ശരാശരി ഒരു 5,000-6,000 റേഞ്ച്. ഓക്കെ. 3 ഇയർ മെയിൻ്റെനൻസ് പാക്കേജ് ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് അങ്ങനെ പൈസ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല അല്ലേ? അതിൽ പോയി. ഓക്കെ. വണ്ടിയുടെ കംഫർട്ട്സ് എങ്ങനെയുണ്ട് ചേട്ടാ? വണ്ടി നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. പ്ലസ് പോയിന്റ് മാത്രമേ പറയാനുള്ളൂ അല്ലേ? നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ തന്നെ അതാ പറഞ്ഞത്. നല്ലത് പറയാനുള്ളൂ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ മൈലേജ് എങ്ങനെയാണ് ചേട്ടാ? മൈലേജ് എനിക്ക് 20 ഷുവറായിട്ടും കിട്ടുന്നുണ്ട്. 24 വരെ കിട്ടും. 24 വരെ കിട്ടും. ഓക്കെ. സർവീസ് കോസ്റ്റ് അപ്പം ഒരു 5,000-6,000 രൂപ മുകളിൽ വരുന്നുമില്ല അല്ലേ? അപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്രോളൊക്കെ ഇറങ്ങുന്നുള്ളൂ. അപ്പം ആ വണ്ടിയിലേക്ക് എങ്ങനെയാണ് സജഷൻ കൊടുക്കുന്നുണ്ടോ ചേട്ടൻ? പെട്രോൾ വണ്ടിക്ക് വലിയ ഇച്ചിരി കുറവാണെന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡീസൽ മേടിച്ചത്. ഇതിന് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പം ചേട്ടൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഹോണ്ടയുടെ എഞ്ചിൻ ആയതിന് ലാഗൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ അത് WRV എടുത്ത ഒരു വ്യക്തി ഉണ്ട് നമ്മുടെ കൂടെ. ബ്രോ നമസ്കാരം. പേരെന്താണ്? ജെറിൻ. എത്ര നാളായി വണ്ടി യൂസ് ചെയ്യുന്നു? ഇപ്പോൾ 1.5 വർഷമായി. 1.5 വർഷമായി. എത്ര കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10,000 10,000 മേളിൽ ഓടിയിട്ടുണ്ട്. എങ്ങനെയാണ് വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായം? വണ്ടി നല്ല വണ്ടിയാണ്. കംഫർട്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ടാണ് അല്ലേ? ഓക്കെ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് അത്യാവശ്യം ഉണ്ട്. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നല്ല മൈലേജ് കിട്ടും അത്യാവശ്യം. പെട്രോളോ ഡീസലോ? പെട്രോളാണ്. പെട്രോളാണ്. എത്രയാണ് ഏകദേശം എന്നാലും ഒരു ധാരണ?
കാരണം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ എറണാകുളത്താണ്. ആ. അവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 13. 13. അവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 13 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 18 വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. പൊതുവേ ഹോണ്ടയുടെ സർവീസിനെ കുറിച്ച് ആൾക്കാർക്ക് ധാരണ കുറവാണ്. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ? സർവീസ് കോസ്റ്റ് അത്രയ്ക്കൊന്നുമില്ല. ഇല്ല, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ? ഓക്കെ, അപ്പം സജഷൻ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഹോണ്ടയുടെ വണ്ടി എടുക്കാനായിട്ട്? നല്ല വണ്ടിയാണ്. ആ, വണ്ടി എടുക്കാം അല്ലേ? പിന്നെ പക്ക വണ്ടിയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു. ഹോണ്ട അമേസ് യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ നമസ്കാരമുണ്ട്. പേര്? ജോമറ്റി ജോസഫ്. ചേട്ടാ എത്ര നാളായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നു? 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. വണ്ടി അമേസ് യൂസ് ചെയ്തിട്ട് എന്താണ് ചേട്ടന്റെ ഫീഡ്ബാക്ക്? ഈ സെഗ്മെന്റിൽ നമുക്ക് ആ ഒരു വിലയ്ക്ക് അഫോർഡബിൾ ആണ്. അതെ, പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. മൈലേജ് എത്രയാണ്? പെട്രോൾ ആണോ ഡീസലോ? പെട്രോളാണ്. 16 മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് ചേട്ടാ ലാസ്റ്റ് സമയം? ഏകദേശം ഒരു ബിറ്റ്വീൻ 5000-നും 8000-നും ഇടയ്ക്ക് വരും. 5000-നും 8000-നും ഇടയിൽ സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പൊതുവേ ആൾക്കാർക്കൊരു ധാരണക്കുറവാണ് ഹോണ്ടയുടെ വണ്ടികൾക്ക് സർവീസ് കോസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലോ. ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് കംഫർട്ടാണ്. നമുക്ക് സ്മൂത്ത് ആണ്. ഒരു 4 പേര് 5 പേര് ആയിട്ട് പോയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം എങ്ങനെയാണ് സജഷൻ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഒരു വണ്ടി എടുക്കാനായിട്ട്? ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്.